يكون هذا الحصة إن شاء الله مفيد لكم جدا بإذن الله تعالى. طيب أنتم تعرفوني كلكم صح؟ إن شاء الله بإذن الله. عارفين أستاذ. أيوة طيب. وأرسل الرابطة كل مجموعاتكم. هذه الرابطة جديدة، ارسلوا في كل مجموعاتكم. كيف؟ عندي سؤال لو سمحت. أيوة تفضل. هذا الاجتماع يعني بخصوص افتتاح المكتب جديد ولا شيء يعني ولا عادي هذا؟ لا عادي والله. عادي والله. كان جديد عشان مبارك كانت جديد. ممكن أنا فكرته هذا ربطة يجي يعني أنا ما كنت موجود. معي مبارك من دبي. هذا إيه مبارك من دبي والله. كان صوتك عارف والله معلوم. أنا جيت بيتك يا طيب، معلوم عرفني. اي نعم عرفتك. إيه. طيب لا مو هذا. الحمد لله فتحنا مكتب وكان الافتتاح الكبرى ما شاء الله ممتاز جدا بدعائكم. ألف مبروك. أتمنى لكم بخير إن شاء الله. ألف مبروك يا أستاذ. إن شاء الله. الله يحفظكم. إيه نعم. لو سمحتم افتحوا فيديو وطفي ميكروفون حقكم إن شاء الله، عشان احنا ممكن الحين 38 ويجينا كثيرة، ممكن 100 أكثر من 100 ممكن. هذا يكون درسنا مستمرة في نفس الوقت إن شاء الله. ഈ ഒരു സെഷനെ നമ്മൾ ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂ ആയിട്ട് 10:30 ഇന്ത്യൻ ടൈം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലാസ്റ്റ് തന്ന ലിങ്ക് ആയിരിക്കും. നിങ്ങളുടെ ടീമുകളിലേക്ക് നിങ്ങൾ ഈ ലിങ്കിനെ എത്തിക്കണമെന്ന് ഒന്നും കൂടെ അറിയിക്കുകയാണ്. കാരണം നമ്മൾ നേരത്തെ കൊടുത്ത ലിങ്ക് അല്ല, മാറ്റിക്കൊണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ക്ലാസ് പ്രതീക്ഷിക്കുന്നവരുണ്ടായിരുന്നു. ഇടയ്ക്ക് എല്ലാ ദിവസവും ഒരു മെസ്സേജ് എങ്കിലും വരും, എപ്പോഴാ നമ്മുടെ അന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാന്ന് ചോദിച്ചിട്ട്. അപ്പൊ അത് നമ്മൾ ഞാനിപ്പോ ഫസ്റ്റ് വരികയാണ് ഇതിൽ. ഇതിപ്പോ പുതിയതായിട്ട് തുടങ്ങിയതാണോ യൂണിറ്റ്? എന്താണ് പുതിയ ഇതാണോ? അല്ല, ഇവിടെ ഇത് അതൊന്നും അല്ല കേട്ടോ. നമ്മൾ നിലവിലുള്ള നമ്മുടെ സ്റ്റുഡന്റിനെ എല്ലാരെയും ഒന്ന് കൂട്ടി ഇണക്കിയിട്ട് നമ്മൾ പ്രയോഗങ്ങൾ എങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അത്രേ ഉള്ളൂ. ഓ അത് ശരി. ഓക്കെ. ഞാൻ വിചാരിച്ചത് പുതിയ ബാച്ച് ആണെന്ന്. നമ്മൾ കുറെ വേർബ് പഠിച്ചിട്ടുണ്ട്, അതിന്റെ റൂട്ട് ഒന്ന് നമ്മളൊന്ന് സെറ്റ് ആക്കാൻ പോവാണ് ഇവിടെ. ഓക്കെ അല്ലേ? പ്രാക്ടീസിലൊക്കെ മറന്നു പോകുന്നത് അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു വിഷയമാണ്. അതെ പ്രാക്ടീസിനും നമ്മൾ എന്തെങ്കിലും ഒരു കാരണം നോക്കണം അല്ലേ? ഒരാഴ്ച കുറച്ച് കൂട്ടിയാൽ ഞങ്ങൾ അത് ഓരോരോ ഇത് കൊടുത്തിട്ട് കറക്റ്റ് 1 മണിക്കൂറാണ്. അല്ല ഒരു 2 മിനിറ്റ് തന്നെങ്കിലും ഓരോരുത്തരെ കൊണ്ട് ഓരോരോ ഇതില് മുസ്തമിൽ ഇസ്തിമാൽ ഫിൽ ജുംല അത് ഓരോന്ന് ചെയ്യിപ്പിച്ചാൽ നമുക്കതൊരു ഇതാവുമായിരുന്നു. അങ്ങനെ സൂമിൽ പോസിബിൾ ആവില്ല. കാരണം സൂമിൽ നമ്മളത് പറയുമ്പോഴത്തേക്ക് കുറെ സമയമാവും. അല്ലെങ്കിൽ പിന്നെ ഓരോ ടീമായിട്ട് മാത്രം വരണം. നമ്മളതിന് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി കൊടുക്കട്ടോ. ഓക്കെ അല്ല, നമ്മള് കുറെ കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ? ഓക്കെ, നമ്മൾ കുറെ വേർബ് അഫ്ആലുകൾ എന്ന് പറയും. അഫ്ആൽ വേർബിന് അറബിയിൽ പറയാം അഫ്ആലുകൾ എന്ന് പറയും അല്ലെ? അത് നമുക്ക് കുറെ അറിയാം. പക്ഷെ ഇതൊക്കെ എങ്ങനെ മലയാളീകരിച്ച് പറയാന്നുള്ളതാണ്. മലയാളീകരിച്ച് എങ്ങനെ പറയും? അങ്ങനെ ഉണ്ടല്ലോ, എങ്ങനെ പോകേണ്ടതുണ്ടോ? ഞാനിപ്പോ പോകേണ്ടതുണ്ടോ? അല്ല, നീ പോകേണ്ടതില്ല, പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മലയാളീകരിച്ച് എങ്ങനെ പറയും അറബി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിൽ വരുന്ന മലയാളത്തെ എങ്ങനെ നമുക്ക് അറബിയാക്കി മാറ്റാം, അതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടതും. ഒരു സംഭവത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ ഇതിനെങ്ങനെയായിരിക്കും അറബി പറയാം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ എല്ലാരെയും പേര് വിളിക്കുകയാണെങ്കിൽ ഒന്നും എല്ലാം എന്താണ് എൻ്റെ ഹൃദയ സ്പർശികളാണ് ഇവിടെ ഉള്ളത്. മുമ്പിൽ കാണുന്ന എല്ലാവരും മാഷാ അല്ലാഹ് കുറെ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ വിളിക്കാൻ ഇപ്പൊ എല്ലാവരും കഴിയുന്നില്ല. നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കാരണം 1 മണിക്കൂർ മാത്രമാണുള്ളത്. ആ 1 മണിക്കൂർ 15 മിനിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് ഓക്കെ, ആദ്യമായിട്ട് ഞാൻ ആദ്യമൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ ചെറിയൊരു തിരുത്ത് വരാണ്. നമുക്ക് ബഅദമ എന്നതിന് ശേഷം ഫിഅൽ മാദിയാണ് വരിക. പലപ്പോഴും ചില ക്ലാസ്സസിലൊക്കെ നമ്മൾ അറിയാതെ എന്തായിട്ടുണ്ടായിരുന്നു, ഫിഅൽ മുദാരി ആയിട്ട് അഥവാ പ്രസന്റ് ടെൻസ് ആയിട്ട് അതിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബഅദമക്ക് ശേഷം.
മാദിയാണ് വരിക. അതിന് നമുക്ക് ഒന്നും കൂടെ ഡീപ്പ് പ്രാക്ടീസ് ഇതിനകത്ത് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അഥവാ എന്താണെന്നറിയോ, നമ്മൾ നോർമലി പറയാണ് ഞാൻ പോയിട്ട് വരാം, പോയിട്ട് വരാം എന്ന് പറയാൻ നോർമലി പറയുന്നത് എന്താ പറയാ, അറോഹ് വ അജി എന്ന് പറയും. അറോഹ് വ അജി എന്നോ അറോഹ് വ ബജി എന്നോ പറയും. അറോഹ് വ അജി ഓർ അറോഹ് വ ബജി എന്നോ പറയാം. ഞാൻ പോയിട്ട് വരാം, അറോഹ് വ ബജി. ഇങ്ങനെ കുറച്ച് ശൈലികൾ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ നോക്കിയിട്ട് പറയാം. ബുക്കല്ലിമക്, ബുക്കല്ലിമക് ഞാൻ നിന്നോട് പറയാമെന്ന്, അല്ലെ? ഐ ടെൽ യു എന്നാണ്. ഐ വിൽ ടെൽ യു. ബുക്കല്ലിമക്, ബുക്കല്ലിമക് ബഅദമ ശുഫ്ത് എന്ന് പറയാം. ഒന്ന് ബഅദമ ശുഫ്ത്, ഞാൻ നോക്കിയിട്ട് പറയാം. ബുക്കല്ലിമക് ബഅദമ ശുഫ്ത്. അല്ലെങ്കിൽ എന്ത് പറയാം, ഷൂഫ് വ ഉക്കല്ലിമക്, ഷൂഫ് വ ബുക്കല്ലിമക്. അഷൂഫ് എന്നതിന്റെ ആ അവിടെ സൈലന്റ് ആക്കിയിട്ട് ഷൂഫ് മാത്രം കേൾക്കും. അഷൂഫ് വ ബ ഉക്കല്ലിമക്, വ ബുക്കല്ലിമക്. എന്താ പറയാ, അഷൂഫ് വ ബുക്കല്ലിമക്, ഞാൻ നോക്കിയിട്ട് പറയാം. അഷൂഫ് ബുക്കല്ലിമക്. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ നേരെ തിരിച്ചാണെങ്കിൽ എന്ത് പറയണം, ബുക്കല്ലിമക് ബഅദമ അഷൂഫ്, ഞാൻ നോക്കിയതിന് ശേഷം പറയാമെന്ന്. ബഅദമ ഷുഫ്ത് കേട്ടോ, ബഅദമ ഷുഫ്ത്, ബുക്കല്ലിമക് ബഅദമ ഷുഫ്ത്. തമാം. ഇവിടെ ഫ്ലുവൻസി ക്ലാസ്സുകളൊക്കെ ക്ലാസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ പോകണം, ഇവിടെ വരാൻ പാടില്ല കേട്ടോ. നേരെ ആ ക്ലാസ് ആണ് ഇമ്പോർട്ടന്റ്. നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ച് ബേസ് ചെയ്ത ക്ലാസ് ഇമ്പോർട്ടന്റ് ആണ്, അതിൽ പോകണം. ഓക്കെ, ബുക്കല്ലിമക് ബഅദമ ശുഫ്ത് എന്ന് പറയാം. അതല്ലെങ്കിൽ അശൂഫ് വ ബുക്കല്ലിമക്, അശൂഫ് വ ബുക്കല്ലിമക്, ഞാൻ നോക്കിയിട്ട് പറയാം. ഈ മൈക്ക് ഓഫ് ആക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ, കാരണം ഇടയിൽ ഡിസ്റ്റർബ് വരാത്ത രീതിയിൽ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പോകേണ്ടതുണ്ട്. ഓക്കെ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ എന്താണ്, അറോഹ് വ അജി അല്ലെങ്കിൽ അറോഹ് വ ബജി, ഞാൻ പോയിട്ട് വരാം. തമാം. ഇനി ഞാൻ പറയുവാണ്, താങ്കള് മാനേജറോട് ചോദിച്ചിട്ട് വരൂ എന്ന് പറയണം. മാനേജറോട് നീ ചോദിച്ചിട്ട് വരൂ എന്ന് പറയുമ്പോ തആൽ ബഅദമാ സഅൽത് മുദീർ, തആൽ ബഅദമാ സഅൽത് മുദീർ, നീ മാനേജറോട് ചോദിച്ചതിന് ശേഷം വാ എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ട് വാ. തആൽ ബഅദമാ സഅൽത് മുദീർ, നീ മാനേജറോട് ചോദിച്ചിട്ട് വാ. തമാം. ഓക്കെ, ദെൻ ഞാന് അത് ഉണ്ടോ എന്ന്, എന്താണ് സ്റ്റോക്കിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയാം. സ്റ്റോക്കിൽ അത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയാം. ബുക്കല്ലിമക് ബഅദമാ ശുഫ്ത് മൗജൂദ് ഫിൽ മഖ്സൻ, മഖ്സൻ സ്റ്റോക്ക്. എന്താ പറയാ, ബുക്കല്ലിമക് ഐ വിൽ ടെൽ യു എന്നാട്ടോ. ബുക്കല്ലിമക് ഞാൻ താങ്കളോട് പറയാം. ബഅദമാ ശുഫ്ത് നോക്കിയിട്ട് പറയാം. മൗജൂദ് ഫിൽ മഖ്സൻ, മൗജൂദ് ഫിൽ മഖ്സൻ, വല്ലല എന്നൊക്കെ പറയാം. ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് പറയാം. മഖ്സന് സ്റ്റോക്ക്, മഖ്സൻ സ്റ്റോക്ക്, സ്റ്റോക്കിൽ ഉണ്ടോ നോക്കിയിട്ട് പറയാം. തമാം. ഓക്കെ, ഞാന് അവിടെ കസ്റ്റമർ ഉണ്ടോ നോക്കിയിട്ട് വരാം. കസ്റ്റമർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ബജി ബഅദമാ ശുഫ്ത് ഫീ സബൂൻ വല്ലല, കസ്റ്റമർ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് വരാം. എന്താ പറയാ, ബശൂഫ് ഖസാന മഖ്സൻ. അയ്യോ, ഖസാന എന്ന് പറയുമ്പോ ടാങ്ക് ആട്ടോ, മാറി. ഓക്കെ, എന്താ പറയാ, എന്താ നമ്മൾ പറഞ്ഞതിനിടയ്ക്ക്, ഞാന് അവിടെ കസ്റ്റമർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. അയ്യോ, കസ്റ്റമർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ബജി ബഅദമാ ശുഫ്ത് ഫീ സബൂൻ, കസ്റ്റമർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. അവിടെ ഒരു വല്ലല എന്ന് കൊടുക്കുന്നതോ ഇല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വല്ലല ഓർ ഇല്ലേ എന്ന രീതിയിൽ. ഓക്കെ, ബശൂഫ് ബജി, ബജി ഞാൻ വരാം. മുട്ട ബജി അല്ല കേട്ടോ. എന്താ വരാ, ബ അജി എന്നതിനെ ബജി എന്ന് പറയുക അല്ലെ. ബജി ഞാൻ വരാം. ബഅദമാ ശുഫ്ത് ഫീ സബൂൻ, കസ്റ്റമർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം എന്നതാ പറഞ്ഞത്. തമാം. ദെൻ ബജി. ഓക്കെ, അതേപോലെ ക്വാളിറ്റി നോക്കിയിട്ട് ഞാൻ പറയാം അല്ലെ. ബകല്ലിമക് ബഅദമാ ശുഫ്ത് ജൗദ, ബഅദമാ ശുഫ്ത്
ജൗദ. കസ്റ്റമർക്ക് സബൂന് കേട്ടോ. സബൂന് കസ്റ്റമർ, സബായിൻ കസ്റ്റമേഴ്സ്. സബൂന് കസ്റ്റമർ, സബായിൻ കസ്റ്റമേഴ്സ്. ഓക്കെ. ബഅദമാ ഷുഫ്ത് ജൗദ. ബഅദമാ ഷുഫ്ത് ജൗദ. കസ്റ്റമർ എന്താ പറയാ, ക്വാളിറ്റി നോക്കിയിട്ട് ഞാൻ പറയാം. അതന്നെ നമുക്ക് എന്താക്കാം, ബഷ്തരി ഞാൻ വാങ്ങാം, ബഷ്തരി ഞാൻ വാങ്ങാം. ബഅദമാ ഷുഫ്ത് പിന്നെ ജൗദ. ബഅദമാ ഷുഫ്ത് ജൗദ എന്താണ്, ക്വാളിറ്റി നോക്കിയിട്ട് ഞാൻ വാങ്ങാട്ടോ, അല്ലെ? ബഅദമാ ഷുഫ്ത് ജൗദ. അപ്പൊ അത് നോക്കിയിട്ട് ചെയ്തിട്ട് എന്ന് പറയാം. അതേപോലെ നമ്മൾ പറയാണ് ഞാൻ കഴിച്ചിട്ട് വരാം. ഡോക്ടർ മുഹമ്മദ് ഞാൻ കഴിച്ചിട്ട് വരാം എന്നിങ്ങനെ പറയും. ബജി ബഅദമാ അകൽത്ത്. ഞാൻ കഴിച്ചിട്ട് വരാം. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. ബജി ബഅദമാ അകൽത്ത് ഫുതൂർ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ബജി ബഅദമാ അകൽത്ത് ഫുതൂർ, അല്ലെങ്കിൽ ബഅദമാ അഫ്തർത്ത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇത് ലാസ്റ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പൊ നമ്മൾ ചോദിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂട്ട് അങ്ങ് പോകും. അതുകൊണ്ട് കേട്ടോ. തമാം. ദെൻ മാനേജറോട് ചോദിച്ചിട്ട് നാളെ ഞാൻ ലീവ് എടുക്കാം. ഞാൻ ലീവ് എടുക്കാം. ബഅഖുദ് ഇജാസ. ബഅഖുദ് ഇജാസ ബഅദമാ സഅൽതു മുദീർ. ബഅദമാ സഅൽതു മുദീർ. ബഅഖുദ് ഇജാസ ബഅദമാ സഅൽതു മുദീർ. ഞാൻ മാനേജർ ചോദിച്ചിട്ട് ലീവ് എടുക്കാം. തമാം. അപ്പൊ അവിടെ ബഅദമ എന്നത് പോലെ തന്നെയാണ് നമ്മള് ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് താങ്കളെ വിളിക്കാം. ഡോക്ടർ മുഹമ്മദ് ഫിഷൈ. രോഗിയെ പരിശോധിച്ചിട്ട് പറയാന്നുള്ളത് അവിടൊക്കെ കല്ലമ പറയാം. ബുകല്ലിമക് ബഅദമ ശയ്യക്ത് മരീദ്. ബഅദമ ശയ്യക്ത് മരീദ്. بكلمك بعد ما شيكت مريض. نعم. اوكي. بكلمك بعد ما اخذت ابره انجكشن. ഷയ്യക്ക് എന്ന് പറഞ്ഞാല് ഷയ്യക്ക് എന്നുള്ള വേർഡ് എന്നാണല്ലേ? ചെക്ക് എന്നുള്ളതിന്റെ വേർഡ് ഷയ്യക്ക എന്ന് പറയുമ്പോ പരിശോധിക്കുക എന്നും ടെസ്റ്റ് ചെയ്യുക എന്നും അതിനൊക്കെ ഷയ്യക്ക് പറയും കേട്ടോ. ചെക്ക് വന്നല്ല, ഇംഗ്ലീഷ് ചെക്ക് എന്ന് വരുന്നതല്ലേ? അത് ഇംഗ്ലീഷിക്ക് അങ്ങോട്ട് പോയതായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെ? അറബിയാണ് ഓൾഡ് ശരിക്കും നോക്കുകയാണെങ്കിൽ. ഓക്കെ. تمام. بعدما شيكت المريض. اوكي. then ഞാൻ നിർത്തിയിട്ട് നോക്കാം അല്ലെ? ടയർ പഞ്ചറാണോ എന്നൊക്കെ നോക്കുമ്പോ എന്താ പറയാ? بعدما وقفت. നിർത്തിയിട്ട് നോക്കാം. വാഹനം സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കാം എങ്ങനെ പറയും? بشوف بعدما وقفت السيارة. بشوف بعدما وقفت السيارة. ഓക്കെ. نعم. ഞാൻ ഇന്ന് ഹോട്ടൽ തുറന്നിട്ട് വിളിക്കാം. بتصل بعدما فتحت مطعم. ഓക്കെ. بتصل ഞാൻ കോൾ ചെയ്യാം, വിളിക്കാം. بعدما فتحت المطعم റെസ്റ്റോറന്റ് തുറന്നിട്ട് വിളിക്കാം. ഓക്കെ. ഇത് തന്നെ സെയിം ഖബലമ എന്ന് പറയും. ഖബലമ എന്ന് ബഅദമ എന്ന് പറയുമ്പോ അതിന് ശേഷം എന്നതാണ്. ഖബലമ എന്ന് പറയുമ്പോ അതിന് മുമ്പ് എന്നതാണ്. ഈ ബഅദമക്ക് ശേഷം മാളി പാസ്റ്റ് ടെൻസ് ആണ് വരിക. ഖബലമക്ക് ശേഷം മുളാരി ആണ് വരിക എന്നുള്ളതാണ്. ശ്രദ്ധിക്കണേ. തമാം. ഇപ്പൊ നമുക്ക് നോക്കാം എന്താണ്. നീ അവിടെ എത്തുന്നതിന്റെ മുമ്പ് എന്നെ വിളിക്കണേ. വിളിക്കണേ എന്നെങ്ങനെ വരും? അതാ ഞാൻ പറഞ്ഞത് മലയാളീകരിക്കൽ എങ്ങനെയാ എന്നുള്ളത്. ഖല്ലി ഇത്തസൽനി. എന്നെ ഒന്ന് വിളിക്കണേ എന്നതായി. ഖല്ലി ഇത്തസൽനി ഖബ്ല മാ തൂസൽ. വസല യൂസൽ ഖബ്ല മാ തൂസൽ. ഓക്കേ. ഖല്ലി ഇത്തസൽനി ഖബ്ല മാ തൂസൽ. താങ്കൾ എത്തുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിക്കണേ. അപ്പൊ ഇനി ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് ഖല്ലി ഇത്തസൽനി ഖബ്ല മാ തഅഖുദ് ഹാദാ ദവാ. ഈ മെഡിസിൻ എടുക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിക്കണേ. ഖല്ലി ഇത്തസൽനി ഖബ്ല മാ തഅഖുദ് ഹാദാ ദവാ. ഈ മെഡിസിൻ എടുക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിക്കണേ. തമാം. ഓക്കെ. മാനേജർ വരുമ്പോ എന്നെ ഒന്ന് അറിയിക്കണേ. വരുന്നതിന് ഖല്ലി ഖബ്ബിർനി. എന്നെ അറിയിക്കണേ എന്നങ്ങനെ പറയാ. ഖല്ലി ഖബ്ബിർനി ഖബ്ല മാ
ഈജി മുദീർ വരുന്നതിന് മുമ്പ് ഖബ്ലമാ ഈജി മുദീർ. നഅം. ആരൊക്കെയോ വിഷയത്തിലാണല്ലോ. ഓക്കെ, എന്താ പറഞ്ഞ ഖല്ലി ഖബ്ബിർനി ഖബ്ലമാ ഈജി മുദീർ. തമാം. അതേപോലെ ഈ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് കുലുക്കണം അല്ലെ? ഷെയ്ഖ് എന്ത് പറയാ? കുലുക്കിയിട്ട് ഉപയോഗിക്കണേ എന്ന് പറയണം. ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്താവണം? ഷെയ്ക്ക് ചെയ്യണേ. ഇഹ്തസ് എന്നാ പറയാ. എന്താ പറയാ? ഇഹ്തസ്. ഇഹ്തസ് ഖബ്ല മാ തസ്തഅമിൽ. ഇഹ്തസ് ഖബ്ല മാ തസ്തഅമിൽ. ഉപയോഗിക്കുന്നതിന് മുമ്പ് കുലുക്കിയിട്ട് ഉപയോഗിക്കണേ. ഖല്ലി മരുന്ന് കുട്ടികളെ കുലുക്കിയിട്ട് കൊടുക്കണമെന്ന് അറിയില്ല നമ്മള്. കുലുക്കിയിട്ട് കൊടുക്കണം, അതന്നെ പറയാ. ഖല്ലി ഇഹ്തസ് ഖബ്ല മാ തസ്തഅമിൽ. ഖല്ലി ഇഹ്തസ് ഖബ്ല മാ തസ്തഅമിൽ. ഓക്കെ, ഇനി കാറിൽ എന്താ പറയാ, ഓഫീസിൽ കയറുന്നതിന് മുമ്പ് എന്നോട് പറയണേ. എന്താ പറയാ? ഖല്ലി കല്ലിംനി. ഖല്ലി കല്ലിംനി ഖബ്ല മാ തദ്ഖുലുൽ മക്തബ്. ഖബ്ല മാ തദ്ഖുലുൽ മക്തബ്. ഓഫീസിൽ കയറുന്നതിന് മുമ്പ് എന്താക്കണം? എന്നോട് പറയണേ. തമാം. ക്ലിയർ ആണോ? അപ്പൊ അവിടെ ഖബ്ലമാ. ഇനി താങ്കള് ഇന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എന്നെ വിളിക്കണേ. ഇനി അതൊക്കെ അറബിയിലെ പറയാവൂ കേട്ടോ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിക്കണേ എന്നങ്ങനെ പറയാ. ഖല്ലി തസൽനി ഖബ്ല മാ തബ്ദ ഹസ്സ. ഖബ്ല മാ തബ്ദ ഹസ്സ لا حصة قبل ما تبدأ حصة. خلي اتصلني قبل ما تبدأ حصة. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് വിളിക്കണേ. ഖല്ലി ഇത്തസൽനി. ഖല്ലി എന്ന് പറയുമ്പോഴേ എന്നെ ഒന്ന് വിളിക്കണേ, എന്നെ ഒന്ന് ചെയ്യണേ, അതൊന്ന് ആക്കണേ എന്നൊക്കെ പറയാനുള്ള ശൈലിയാണ്. ഓക്കെ, അപ്പൊ ഇനി പറയാം. ചെയ്യുന്നതിന് മുമ്പ്, എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ്? വെള്ളം കുടിക്കരുത് എന്ന് പറയാനാണെങ്കിലോ ലാ തശ്റബ് മായി. ലാ തശ്റബ് മോയ ഖബ്ല മാ തുസവ്വി തംരീൻ. ഖബ്ല മാ തുസവ്വി തംരീൻ. തംരീൻ അല്ലെങ്കിൽ റിയാള തംരീൻ എക്സസൈസ്. തമാം. ക്ലിയർ ആണോ? ഓക്കെ, ഈ പാട്ട്, ഈ സോങ് കേൾക്കുന്നതിന് മുമ്പ് എന്ന് പറയാൻ ഖബ്ല മാ തസ്മഅ ഉഗ്നിയ. ഖബ്ല മാ തസ്മഅ ഉഗ്നിയ. ഓക്കെ, പാട്ടിനെന്ന് പറയും ഉഗ്നിയ. ഉഗ്നിയ ഖബ്ല മാ തസ്മഅ ഉഗ്നിയ. طيب, അപ്പൊ അതിന് മുമ്പ് എന്ന് പറയാൻ നമ്മൾ എന്ത് പറയും? ഖബ്ലമാ എന്ന് പറയണം അല്ലെ? ഒന്ന് ബഅദമാ, അത് ചെയ്തിട്ട് വന്നിട്ട് പോയിട്ട് എന്നുള്ളതിന് ബഅദമാ പ്ലസ് മാദിയാണ് വരിക, പാസ്റ്റ് ടെൻസ് ആണ്. അതേപോലെ തന്നെ ഖബ്ലമാ എന്നതിന് ശേഷം എന്ത് വരും? മുദാരി ആണ്, പ്രസന്റ് ഫ്യൂച്ചറിന്റെ പ്രയോഗമാണ് വരുന്നത്. തമാം. ഫഹിംതും? മനസ്സിലായല്ലോ അല്ലെ? എല്ലാവരും ഇരുട്ടിലിരിക്കുകയാണ്, ആരെയും വെളിച്ചത്തേക്ക് കാണുന്നില്ല. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമ്മൾ വരാം. ഓക്കെ അല്ലേ? ഖബ്ലമാ ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ ആർക്കും പറയാം, ഒന്നോ രണ്ടോ? യല്ലാ, ഖബ്ലമാ ബഅദമാ വെച്ച് രണ്ടോ? أنا بيعطيك فلوس بعد استلم راتبي. ايوه بعدما استلمت راتبي. بعدما استلمت راتبي. بعدما استلم റിസീവ് ചെയ്തു. ഇസ്തലംതു ഞാൻ റിസീവ് ചെയ്തു. ബഅദമ ഇസ്തലംതു എനിക്ക് കിട്ടിയതിന് ശേഷം എന്ന് പറയാൻ, കിട്ടിയിട്ട്, അതാണ്. അപ്പോ എന്താ പറയാ? ബഅതീക് ഫുലൂസ്, ഞാൻ താങ്കൾക്ക് ക്യാഷ് തരാം. ബഅദമ ഇസ്തലംതു റാത്തിബി, എന്റെ സാലറി കിട്ടിയിട്ട് എന്ത് തരാം? ക്യാഷ് തരാം. മാഷാ അല്ലാഹ്, മുംതാസ് ജിദ്ദൻ. ഓക്കെ, ഒന്നും കൂടെ ജസ്റ്റ് ഓക്കെ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നീ ടാക്സി വിളിക്കണം. ഓക്കെ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ടാക്സി വിളിക്കണം. ഇത്തസൽ ടാക്സി ഖബ്ല മാ അറൂഹ് മിൻ ഹീന. ഓക്കെ, ലാസിം വിളിക്കണം എന്ന് പറയുമ്പോ ലാസിം ഇത്തസിൽ, നീ വിളിക്കണം, ടാക്സി വിളിക്കണം. ഖബ്ല മാ അറൂഹ് മിൻ ഹീന, ഞാൻ ഇവിടുന്ന് പോകുന്നതിന്റെ മുമ്പ്. ടാക്സിക്ക് ഉജ്റ എന്നല്ല ഉസ്താദ്? ഉജ്റ എന്നാണ് ശരിക്കും, ടാക്സി തന്നെയാണ് സ്പോക്കനിൽ കൂടുതലും പറയാ. ഉജ്റ എന്ന് തന്നെ പറയാം. പക്ഷെ പറയേണ്ടതാണെങ്കിൽ ടാക്സി എന്ന് അവരിപ്പോ കൂടുതൽ യൂസ് ചെയ്യാറ്. ഓക്കെ, തമാം. അടുത്തതിലേക്ക് പോലെ റെഡി. ഈ പ്രയോഗങ്ങൾ രണ്ടും ഭയങ്കര യൂസേജ് ആണ്.
എന്നാൽ നോർമലി നമ്മൾ പറയാം എന്താണ്, ഇരുന്നിട്ട് എണീക്കൂ എന്ന് പറയാൻ ഇജ്ലിസ് വഖൂം എന്ന് പറഞ്ഞാൽ മതി. ഇജ്ലിസ് വഖൂം. ഓക്കെ, ഇരുന്ന് എണീക്കൂ എന്നുള്ളത് ഇജ്ലിസ് വഖൂം. നമ്മൾ ഉഖബ് ഓക്കെ, എന്ന് പറയില്ലേ, നമ്മൾ ഉഖബിന് ശേഷം എന്നുള്ളതിന് ഉഖബ് എന്ന് പറയുന്ന ഒരു വീടില്ലേ, പ്രയോഗമല്ലേ നമ്മള് ഉഖബ്. എങ്ങനെ ഒക്കബ്? അതായത് ബാദക്ക് പകരം ഉഖബ് എന്ന് നമ്മൾ ഉപയോഗിക്കില്ല. അയിന് ഖാഫ് ബി ഫുസ്ഹ അല്ല. ഫുസേൽ അല്ലാതെ കൊളോക്കിയൽ ഉപയോഗിക്കില്ല അത് ഉഖബ്. കൊളോക്കിൽ പൊതുവെ ഒക്കബ് യൂസ് ചെയ്യാറില്ല. ഒക്കബ് ഉണ്ട്, ഉടനെ അതല്ലെങ്കിൽ അത് കഴിഞ്ഞെന്നൊക്കെ പറയുന്ന ശൈലിക്ക് ഒക്കബ് എന്ന് പറയും. കൊളോക്കിയൽ അല്ലേ? ഒക്കബ് എന്ന് പൊതുവെ യൂസ് ചെയ്യാറ് ഉടനെ അല്ലെങ്കിൽ ആഫ്റ്റർ, അതിനൊക്കെ ഒക്കബ് പറയാം. ഓക്കെ. ചിലയിടത്തത് വരും കേട്ടോ, സിറ്റുവേഷൻ അനുസരിച്ച് ചിലയിടത്തത് പറയാറുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. ഓക്കെ, തമാം, ക്ലിയർ അല്ലേ? ഓക്കെ, ഇതിങ്ങനെ ഒറ്റ പ്രയോഗങ്ങൾ എല്ലാ ഭാഗവും വെച്ചിട്ട് പറയാട്ടോ. ഇപ്പൊ പിന്നെ നമുക്ക് അടുത്തതിലൊക്കെ എന്താവാ, ഒറ്റ ക്രിയ വെച്ചിട്ട് അതിന്റെ എല്ലാ പാർട്ടുക്കും പോവാം. അപ്പോ രസമായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറയാണ് എനിക്ക് ഇത് മാത്രമല്ല അതും വേണം. ജസ്റ്റ് നമ്മളിത് പലപ്പോഴും പറഞ്ഞതാണ്, ഒന്നും കൂടെ സൂചിപ്പിക്കുകയാണ്. ഇത് മാത്രമല്ല അതും കൂടെ വേണം എന്നത്. ഇരീദ് അബ്ഗ യബി, അറിയാലോ അല്ലെ? ചേഞ്ച് ഇരീദ് അബ്ഗ യബി, ഇത് മൂന്നാണ് നമുക്ക് വേണം എന്നതിന് പറയാം. അപ്പോഴ് അബ്ഗ അല്ലെങ്കിൽ ഇരീദ്, യബി, മു ഹാദ ബസ് ഹാദാക കമാൻ, അല്ലെങ്കിൽ മു ബസ് ഹാദ, ഇത് മാത്രമല്ല അതും കൂടെ എനിക്ക് വേണം. അതും കൂടെ എനിക്ക് വേണം. ഇത് മാത്രമല്ല, ഓക്കെ, ഞാൻ മാത്രമല്ല പോയത്, അവനും ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല പോയത്. മാനി റഹ്തു ബസ്, മാനി റഹ്തു ബസ്, ഞാൻ മാത്രമല്ല പോയത്. എങ്ങനെ പറയും? മാനി റഹ്തു ബസ്, ماني رحت بس هو كمان. هو كان. هو كان. كمان അല്ലെങ്കിൽ هو كان برضو എന്ന് യൂസ് ചെയ്യാം. هو كمان, അവനുണ്ടായിരുന്നു. نعم. ഓക്കെ, هو كمان. ഇപ്പൊ എന്താ പറയാ? ماني رحت بس هو كمان, അവനും. ഓക്കെ, ماني رحت بس, ഞാൻ മാത്രമല്ല ചെയ്തത്, അവനും ചെയ്തിട്ടുണ്ട് എന്ന് പറയാനും ഇതന്നെ വരിക. ماني سويت بس هو كمان. ماني ماني سويت سويت بس بس هو كمان. هو كمان. نعم. ماني أعطيت هذا بس هذاك كمان. ماني أعطيت هذا بس, ഞാനിത് മാത്രമല്ല നൽകിയത്, ഹാദാക കമാൻ, അതും കൂടെ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ്. അതാ ഞാൻ പറഞ്ഞത് മലയാളീകരിക്കണം എന്ന് പറഞ്ഞതിന്. അതാണ് എന്താ പറഞ്ഞേ? മാനി ആതൈതു ഹാദാ ബസ്, ഞാനിത് മാത്രമല്ല നൽകിയേ, ഹാദാക കമാൻ, അതും നൽകിയിട്ടുണ്ട്. ലേഷ് മാ താരിഫ്, നിനക്കറിയില്ലേ? തമാം. ഓക്കെ, ഇന്ന് മാത്രമല്ല ഞാൻ ബിസി, ഞാൻ ഒന്നും ഇങ്ങനെയാ. ഇന്ന് മാത്രമല്ല ഞാൻ ബിസി, ഞാനൊന്നും ഇങ്ങനെയാ. അന മശ്ഗൂൽ മു ബസ് അൽയൗം. അന മശ്ഗൂൽ, ലേഡീസ് മശ്ഗൂല മു أنا ബസ് അൽയൗം. مشغولة مو ഇന്ന് بس മാത്രമല്ല, اليوم. കില്ലിയോം കിദ, കില്ലിയോം കിദ, എല്ലാ ദിവസവും ഇങ്ങനെയാ. കില്ലിയോം കിദ, مشغولة مو കില്ലിയോം بس കിദ. اليوم، كل يوم كده. أنا مو أيوة. بس أنا مو مشغولة بس اليوم. أنا مو مشغول، مو مشغولة مو بس اليوم. إنه ما أطلع لنا بيزي كل يوم كذا. أنا مشغول دائما എന്ന് പറഞ്ഞാ പോരെ? അല്ല, അതിന് മഷൂൽ ഞാൻ എപ്പോഴും ബിസി ആണെന്നല്ലേ, അതിനേക്കാൾ അപ്പുറത്ത് ഒന്നും കൂടെ ഡീപ്പായിട്ട് പറയുന്നത് ശരിയല്ലേ? അങ്ങനെ പറയേണ്ടി വരുന്ന സിറ്റുവേഷൻ അല്ലേ? ചില ആളുകൾ പറയും, അപ്പൊ ബിസി ആണെങ്കിൽ ഞാൻ നാളെ വരാം എന്ന് പറയുമ്പോൾ ആളോട് എന്താ പറയും? അന മഷൂല ദായിമൻ എന്നല്ല പറയാ. അവിടെ എന്താണ് പറയാ? മലയാളത്തിന് അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അതേപോലെ അറബിയിൽ പറയാമല്ലോ. അതെ, അറബിയിൽ പറയാം. അതെ, ഞാൻ ബിസിയാണ്, എപ്പോഴും ബിസിയാണെന്ന് പറയുന്നേക്കാളും ഞാൻ ഇന്ന് മാത്രമല്ല എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാ, അല്ലേ? സാഹ്. ഓക്കെ, തമാം. അവിടെ ഇത് മാത്രല്ല, എല്ലാത്തിനും ഇത് പറ്റൂട്ടോ. നമ്മൾ വിചാരിച്ചെന്താ ഈ സാധനങ്ങൾക്ക് മാത്രം അത് പറ്റാന്നാണ്? അല്ല. ഓക്കെ,
തമാം. ഞാൻ മാത്രമല്ല ഇവിടെ വന്നത്, മാനേജറും വന്നിട്ടുണ്ട് എന്ന് പറയാനും മാനി ജിഅ്തു ബസ് ജാഅ മുദീർ കമാൻ. ഓക്കേ, ജാഅ മുദീർ കമാൻ. മാനി ജിഅ്തു എന്ന് പറയാ, ഞാനല്ല വന്നത് എന്ന്. മാനി ജിഅ്തു ബസ്, ഞാൻ മാത്രമല്ല വന്നത്. മുദീർ ജാഅ മുദീർ കമാൻ, മാനേജറും വന്നിട്ടുണ്ടെന്നേ. നഅം. തമാം. طيب ماني شربت من ذا المطعم. ماني شربت بس من ذا المطعم. ماني شربت بس, ഞാൻ മാത്രമല്ല കുടിച്ചത്. മിൻ ذا المطعم, ആ ഹോട്ടലിൽ നിന്ന്, ആ റെസ്റ്റോറന്റിൽ നിന്ന്. കുല്ലുനാ കമാൻ, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. തമാം. അപ്പൊ നമ്മൾ റെഡി അല്ലേ? ഗെറ്റ് റെഡി എന്നാ എനിക്ക് പറയാനുള്ളത്. ഈ ദിവസങ്ങൾ ഇനി മലയാളീകരിക്കാൻ പോവാണ് നമ്മൾ ഈ അറബി ഭാഷയെ. മലയാളത്തിൽ എങ്ങനെയൊക്കെയോ നമ്മൾ പറയുന്നോ അതെല്ലാം നമ്മളൊന്ന് പറഞ്ഞു നോക്കാൻ പോവാണ്. ഓക്കെ, തമാം. അപ്പൊ ഞാൻ ഇത് ഇവിടെ നിർത്താം കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മൾ ടച്ച് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഓരോന്ന് വെച്ചിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കംപ്ലീറ്റ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. ജാഹിസ്. ഓക്കെ, നഅം. അടുത്തതില് നമ്മൾ പറയാനുള്ളത് എന്താണ്? ഞാൻ പോകേണ്ടതായിരുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോകേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് പറ്റിയില്ല. ഓക്കെ, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോകേണ്ടതായിരുന്നു, നീ അതെന്നോട് ചോദിക്കേണ്ടതായിരുന്നു, ഞാൻ അത് ചെയ്യേണ്ടതായിരുന്നു. ഇങ്ങനെയൊക്കെ വരേണ്ടടുത്ത് നമ്മൾ ആയിരുന്നു എന്നുള്ള ക്യാന് കേൾക്കില്ല. അതിന് പറയുന്നത് മഫ്റൂദ് എന്നാണ് പറയാം. മഫ്റൂദ് കഴിഞ്ഞിട്ട് മുദാരിഅ വരാ കേട്ടോ. മഫ്റൂദ് ഉസവി, ഞാനിത് ചെയ്യേണ്ടതായിരുന്നു. ലാക്കിൻ മാ ഖദർതു, എനിക്ക് പറ്റിയില്ല. ലാക്കിൻ മാ മഫ്റൂദ് റിജക്റ്റ് ആയി എന്നുള്ളതിനും പറയത്തില്ല. മർഫൂദ് റിജക്റ്റഡ്, മഫ്റൂദ് യൂസ്ഡ് ടു എന്ന് പറയുന്നത്. റിജക്റ്റഡ് മർഫൂത്താന്ന് പറയാ. മർഫൂദ് എന്ന് പറയും. മർഫൂദ് റിജക്റ്റഡ്. മഫ്റൂദ് ആട്ടോ, ഇത് മാറരുത്. മഫ്റൂദ്. എന്നെ കൂടെ തെറ്റിക്കരുത്. ഉസ്താദെ, നിങ്ങള് പക്ഷെ തന്നെ തുടങ്ങും പറഞ്ഞു, ക്ലാസ് അവസാനം ചോദിച്ച സംശയവും. ായിരുന്നു. ലാക്കിൻ മാ ഖദർതു വല്ലാഹ്, സത്യമായിട്ടും എനിക്ക് هلا يا معلم، قطع صوتك يا معلم. كيف؟ قطع. ക്ലിയർ ഇല്ല, സൗണ്ട് ക്ലിയർ ഇല്ല, ഓഡിബിൾ അല്ലേ? لا مو واضح مو واضح. قطع صوتك مو واضح. ഓക്കെ, നോക്കാട്ടോ. തമാം. ബിഷൂഫ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? തമാം. ഓക്കെ, ഓക്കെ. എവിടുന്നൊക്കെ സൗണ്ട് വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ വരുമ്പോഴും ഒരേ രീതിയിൽ ക്ലാസ് പോകുമ്പോഴേ ഇടയ്ക്ക് ആ ഒരു നോയ്സിന്റെ കട്ടുകൊണ്ട് കേൾക്കില്ല പലപ്പോഴും. ഓക്കെ, അല്ല. ഇനി മഫ്റൂദ് അതാണ്. ഞാൻ ഇനി എന്നോട് ചോദിക്കേണ്ടതായിരുന്നു, പക്ഷെ ചോദിച്ചില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഓക്കെ, മഫ്റൂദ് തസ്അൽനി, നീ എന്നോട് ചോദിക്കേണ്ടതായിരുന്നു. മഫ്റൂദ് തസ്അൽനി ലാകിൻ മാ സഅൽതു സഹ്. ലാകിൻ മാ സഅൽതു സഹ്, നീ എന്നോട് ചോദിച്ചില്ല. മാ സഅൽതനി സഹ്, നീ എന്നോട് ചോദിച്ചില്ല. അശാൻ സ്വാർ കിദ, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അശാൻ സ്വാർ കിദ, അശാൻ സ്വാർ കിദ. നഅം, ദഖീഖ ഇല്ല. അശാൻ സ്വാർ കിദ, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലേ? ഒന്നും കൂടെ. മഫ്റൂദ് തസ്അൽനി ലാകിൻ മാ സഅൽതനി സഹ് അശാൻ സ്വാർ കിദ, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. മഅലിഷ്. طيب മഫ്റൂദ് തീജീനി അംസ്,
നീ ഇന്നലെ എന്റെ അടുത്ത് വരേണ്ടതായിരുന്നു. മഫ്റൂദ് തീജീനി അംസ് ലക്കിൻ മാ ജിഅത സഹ്, താങ്കൾ ഇന്നലെ വന്നില്ലല്ലോ. ലക്കിൻ മാ ജിഅത സഹ്. മഫ്റൂദ് തജ്ലിസ് മഈ ശുവയ്യ, താങ്കൾ എന്റെ കൂടെ ഒന്ന് ഇരിക്കേണ്ടതായിരുന്നു. ലക്കിൻ മാ ജലസ്ത്, താങ്കൾ ഇരുന്നില്ല. ലക്കിൻ മാ ജലസ്ത, താങ്കൾ ഇരുന്നില്ല. മഫ്റൂദ് തഹ്ദുർ, ഹദറ യഹ്ദുർ, ടു അറ്റൻഡ്. ഓക്കേ, മഫ്റൂദ് തഹ്ദുർ ഹിസ്സ അംസ്, ഇന്നലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ടതായിരുന്നു. ലക്കിൻ മാ ഹദർത, താങ്കൾ അറ്റൻഡ് ചെയ്തില്ല. ഓക്കേ, മഫ്റൂദ് തീജീനി, മഫ്റൂദ് തീജി മഈ ഫി സയ്യാറതി, എന്റെ കാറിൽ താങ്കൾ ഇന്നലെ വരേണ്ടതായിരുന്നു. കണ്ടോ, മഫ്റൂദ് തീജി ഫി മഈ ഫി സയ്യാറതി, എന്റെ കൂടെ എന്റെ കാറിൽ വരേണ്ടതായിരുന്നു. നഅം, തമാം. മഫ്റൂദ് തഅഖുദു ദവാ അലൽ വഖ്ത്, താങ്കൾ സമയത്തിന് മെഡിസിൻ കഴിക്കേണ്ടതായിരുന്നു. മഫ്റൂദ് തഅഖുദു ദവാ അലൽ വഖ്ത്, സമയത്ത് മെഡിസിൻ കഴിക്കേണ്ടതായിരുന്നു. ലാക്കിൻ മാ അഖദ്ത, താങ്കൾ മെഡിസിൻ എടുത്തില്ല. ഷുസവി, എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഷുസവി, തമാം. طيب مفروض نبدا بدري, മഫ്റൂദ് നബ്ദ ബദ്രി, നമ്മൾ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. ലാക്കിൻ തഅഖർന, പക്ഷെ നമ്മൾ ലേറ്റ് ആയി പോയി. ലാക്കിൻ തഅഖർന, നല്ല രസമല്ലേ പ്രയോഗങ്ങളൊക്കെ. മഫ്റൂദ്, മഫ്റൂദ് അസ്മഅ സൗതക്, ഞാൻ നിന്റെ സൗണ്ട് കേൾക്കേണ്ടതായിരുന്നു. ലാക്കിൻ മാ സമിഅത്, ഡ്രൈവേഴ്സ് ശ്രദ്ധിക്കുക. മഫ്റൂദ് അസ്മഅ സൗത് ബൂരി, ഹോണിന്റെ സൗണ്ട് ഞാൻ കേൾക്കേണ്ടതായിരുന്നു. ബൂരി എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ബൂരി അല്ല അവിടെ കേട്ടോ, ഹോണിന് ബൂരി എന്നാ പറയാ, ഹോണിന് പറയും. തമാം. മഫ്റൂദ് അസ്മഅ സൗത് ബൂരി ലാക്കിൻ മാ സമിഅതു, മഅലീഷ് മാ സമിഅതു, ഞാൻ കേട്ടില്ല. മഅലീഷ്, സോറി. തമാം. മർഹബ യാ ഉഖ്തി പ്രിയ, മഅലീഷ് മ്യൂട്ട് ആക്കിയിട്ടുണ്ട്, കാരണം ഒരു നോയ്സിൽ ഇങ്ങനെ കട്ടായി പോകുന്നതുകൊണ്ടാണ്. ലാസ്റ്റ് നമുക്ക് എല്ലാവരും കൂടെ കൂടിയിട്ടൊന്ന് പറഞ്ഞിട്ട് പിരിയാം അല്ലേ? തമാം. മഫ്റൂദ് ഭയങ്കര ശൈലിയാണ്. മഫ്റൂദ് പഠിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റുഡൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഓ പിന്നെ മഫ്റൂദേ കേൾക്കാറുള്ളൂ എന്ന്. സമയത്തിന് വന്നില്ലെങ്കിലൊക്കെ പിന്നെ മഫ്റൂദ കേൾക്കാം. മഫ്റൂദ്, ഇനി നമ്മളിലേക്ക് വരാം. മഫ്റൂദ് അഷ്റബ് മാഇ സിയാദ കില്ലിയോ, ഞാൻ എല്ലാ ദിവസവും വെള്ളം കൂടുതൽ കുടിക്കേണ്ടതായിരുന്നു. ലാക്കിൻ മാ അഷ്റബ്, ഞാൻ കുടിക്കാറില്ല. ലാക്കിൻ മാ അഷ്റബ്, അവിടെ മാ ശറബ്തു എന്ന് പറഞ്ഞാൽ ഞാൻ കുടിച്ചിട്ടില്ല എന്നും, മാ അഷ്റബ് ഞാൻ കുടിക്കാറില്ല എന്നും, രണ്ട് രീതിയിലും പറയാം. തമാം. മഫ്റൂദ് ഒന്നും കൂടെ പറയാണ്. മഫ്റൂദ് അത്തസിൽക് ഖബ്ല മാ അഖ്റുജ് മിൻ ഗുർഫതി, മഫ്റൂദ് അത്തസിൽക്, ഞാൻ താങ്കൾക്ക് വിളിക്കേണ്ടതായിരുന്നു. ഖബ്ല മാ അഖ്റുജ്, ഞാൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ്. മിൻ ഗുർഫതി, എന്റെ റൂമിൽ നിന്ന്, എന്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഞാൻ താങ്കളെ വിളിക്കേണ്ടതായിരുന്നു. മഅലീഷ് ല്ലേ, എന്താ പറയാ? മഫ്റൂദ് അത്തസിൽക് ഖബ്ല മാ അഖ്റജ് മിൻ ഗുർഫതി, ഞാൻ എന്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് വിളിക്കേണ്ടതായിരുന്നു കേട്ടോ. മഅലീഷ്, സോറി, പറ്റിയില്ല. അവിടെയൊക്കെ മഅലീഷ് കൊടുക്കേണ്ട ശൈലികളാണ്. മഫ്റൂദ് അതാണ്. മഫ്റൂദിൻ്റെതും ഞാൻ ഇവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോവാണ്. ഞാൻ പറയുന്നത് മലയാളീകരിച്ച് പറയുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, എല്ലാം എങ്ങനെ പറയാൻ കഴിയും. ഷുവർ. തമാം. അടുത്തത്, എനിക്ക് പോകേണ്ടതുണ്ട്, അത് ചെയ്യേണ്ടതുണ്ട്, ഞാനിപ്പോ ഫുഡ് കഴിക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ടൈം കിട്ടില്ല എന്നൊക്കെ പറയാൻ ലാസിം, ലാസിം ആകുലൽ ഹീൻ വഇല്ലാ മാ ഹസ്സൽ വഖ്ത്, ലാസിം ആകുലൽ ഹീൻ, എനിക്കിപ്പോ കഴിക്കേണ്ടതുണ്ട്, വഇല്ല അതർവൈസ്, അല്ലെങ്കിൽ എന്നതിന് വഇല്ല മാ ഹസ്സൽ വഖ്ത്, ടൈം കിട്ടില്ല. ഓക്കേ. നഅം. മഫ്റൂദ് അസ്മഅ റിസാലതുഹാ അൽ ഹീൻ, എനിക്ക് അവളുടെ മെസ്സേജ് ഇപ്പോ നോക്കേണ്ടതുണ്ട് അല്ലെ? അസ്മഅ, കേൾക്കേണ്ടതുണ്ട്. അസ്മഅ റിസാലതുഹാ അൽ ഹീൻ, എനിക്കിപ്പോ അവളുടെ മെസ്സേജ് കേൾക്കേണ്ടതുണ്ട്. വഇല്ല മുശ്കില, അല്ലെങ്കിൽ പ്രശ്നമാണ്. മഫ്റൂദ് അറൂഹ് ഇൻദൽ മുദീർ അൽ ഹീൻ, സോറി, ലാസിം അറൂഹ്, ലാസിം അറൂഹ് ഇൻദ മുദീർ അൽ ഹീൻ, എനിക്ക് മാനേജർ അടുത്തേക്ക് പോകേണ്ടതുണ്ട്. ലാസിം അറൂഹ് ഇൻദ മുദീർ അൽ ഹീൻ. നഅം. ലാസിം ഉവഖ്ദിഫു സയ്യാറ, എനിക്ക് കാറ് നിർത്തേണ്ടതുണ്ട്. ലാസിം ഉവഖ്ദിഫു സയ്യാറ, എനിക്ക് കാറ് നിർത്തേണ്ടതുണ്ട്. നഅം. ലാസിം
ലാസിം അഖ്റുജ് മിന സൂം അൽ ഹീൻ, എനിക്ക് സൂമിൽ നിന്ന് ലെഫ്റ്റ് ആവേണ്ടതുണ്ട്, പുറത്തു പോകേണ്ടതുണ്ട്. ലാസിം അഖ്റുജ് മിന സൂം അൽ ഹീൻ, എനിക്കിപ്പോ സൂമിൽ നിന്ന് പുറത്തു പോകേണ്ടതുണ്ട്. നഅം ലാസിം അസ്മഅ തസ്ജീലാത്ത്, എനിക്ക് റെക്കോർഡ്സ് കേൾക്കേണ്ടതുണ്ട്. ലാസിം അസ്മഅ തസ്ജീലാത്ത്, എനിക്ക് റെക്കോർഡ് കേൾക്കേണ്ടതുണ്ട്. നഅം. ഓക്കെ, നമുക്കിപ്പോ ഇവിടെ വാഹനം നിർത്തേണ്ടതുണ്ട്, കാരണം എന്തോ ഒരു സൗണ്ട് ബാക്കിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഈ ശൈലി എപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ആള് ഇഷ്ടപ്പെടും. കാരണം എന്താ, നമ്മൾ പോകട്ടെ എന്നൊന്നുമല്ല പറയുന്നത്, എനിക്കൊന്ന് പോകേണ്ടതുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന പ്രയോഗമാണ്. നല്ല രസമുള്ള പ്രയോഗമാണ് ഐ ഹാവ് ടു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ലാസിം ഉവഖ്ഖിഫ് സയ്യാറ, ഞാൻ നിർത്തേണ്ടതുണ്ട്. നുവഖ്ഖിഫ് ആയാൽ നമുക്ക് നിർത്തേണ്ടതുണ്ട്. ലാസിം നുവഖ്ഖിഫ് സയ്യാറ അൽ ഹീൻ അശാൻ അസ്മഅ സൗത്ത് മിൻ വറാ, അസ്മഅ സൗത്ത് മിൻ വറാ, ഞാൻ പിറകുന്ന് സൗണ്ട് കേൾക്കുന്നു. നമുക്കൊന്ന് വാഹനം ലാസിം നുവഖ്ഖിഫ്, നമുക്ക് വാഹനം നിർത്തേണ്ടതുണ്ട്. അശാൻ അസ്മഅ സൗത്ത് മിൻ വറാ, എന്താണ് ബാക്കിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. ലാസിം അഅതീക ദവാ താനി, ഇവിടെ മെഡിസിനും കൂടെ ഉള്ളതുകൊണ്ട് കേട്ടോ. ലാസിം അഅതീക ദവാ താനി, എനിക്ക് താങ്കൾക്ക് മെഡിസിൻ വേറെ നൽകേണ്ടതുണ്ട്. അശാൻ മാ ഇൻദക അയ്യ ഫറഖ്, കാരണം താങ്കൾക്ക് മാറ്റമൊന്നും കാണുന്നില്ല. അശാൻ മാ ഇൻദക അയ്യ ഫറഖ്, വ്യത്യാസമൊന്നും കാണുന്നില്ല. സോ അവിടെ എന്താ പറയാ? ലാസിം. ഇനി നമ്മൾ ഒരാളോട് പറയാണ് ലാസിം തീജീനി ബുഖ്റ, നാളെ താങ്കൾ എൻ്റെ അടുത്തേക്ക് വരേണ്ടതുണ്ട്. ലാസിം തീജീനി, ലാസിം തസ്മഅനി, താങ്കൾ ഞാൻ പറയുന്നത് കേൾക്കേണ്ടതുണ്ട്. ലാസിം തഖ്ലീ വഖ്ത് ശുവയ്യ ലി, ലാസിം തഖ്ലീ വഖ്ത്, താങ്കൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്, ചിലവഴിക്കേണ്ടതുണ്ട്. ലീ, എനിക്ക് വേണ്ടി. ലാസിം തഖ്ലീ വഖ്ത് ലീ, ലന എന്നാണെങ്കിൽ നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. ലാസിം തഖ്ലീ വഖ്ത് മഅ ആയിലതക്, താങ്കളുടെ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്, ചിലവഴിക്കേണ്ടതുണ്ട്. ലാസിം തഖ്ലീ വഖ്ത് ഖളാ യഖ്ലീ. തമാം. ലാസിം ലാസിം അലൈക്കും സലാം. ലാസിം തശൂഫ്, ലാസിം തശൂഫ് നതീജ, റിസൾട്ട് നോക്കേണ്ടതുണ്ട്. ലാസിം തശൂഫുൽ കിതാബ്, ബുക്ക് നോക്കേണ്ടതുണ്ട്. ലാസിം തറൂഹ്, ലാസിം തറൂഹ് മഅു, അദ്ദേഹത്തിന്റെ കൂടെ പോകേണ്ടതുണ്ട്, നീ അദ്ദേഹത്തിന്റെ കൂടെ പോകേണ്ടതുണ്ട്. ലാസിം തറൂഹ് മഅു, അദ്ദേഹത്തിന്റെ കൂടെ താങ്കൾ പോകേണ്ടതുണ്ട്. ലാസിം തറൂഹ് മഅു, ല്ലേ, മഅ ദുക്തൂർ, ലാസിം തറൂഹ് മഅൽ മുദീർ, ലാസിം തറൂഹ് മഅ ആയിലതക്, താങ്കളുടെ ഫാമിലിയുടെ കൂടെ പോകേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ലാസിം തറൂഹ്. ലാസിം അറൂഹ് ആയാൽ എനിക്ക് പോകേണ്ടതുണ്ട്. ലാസിം ആക്കുൽ, ഞാൻ കഴിക്കേണ്ടതുണ്ട്. ലാസിം താക്കുൽ, താങ്കൾ കഴിക്കേണ്ടതുണ്ട്. ലാസിം തസ്തഅമിൽ നളാറ, താങ്കൾ സ്പെക്സ് കണ്ണട ഉപയോഗിക്കേണ്ടതുണ്ട്. ലാസിം തസ്തഅമിൽ നളാറ, കണ്ണട ഉപയോഗിക്കേണ്ടതുണ്ട്. ഓക്കെ. ലാസിം തൽബിസ് മലാബിസ് ജയ്യിദ്, നല്ല ഡ്രസ്സൊക്കെ ധരിക്കേണ്ടതുണ്ട്. ലാസിം തൽബിസ് മലാബിസ് ജദീദ്. നഅം ലാസിം തറുദ് അലയ്യ ലോ സമഹ്ത്, ലാസിം തറുദ് അലയ്യ, എനിക്ക് റിപ്ലൈ തരേണ്ടതുണ്ട്, എന്റെ കോൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. കണ്ടോ, എന്റെ കോള് താങ്കൾ എന്താക്കണം? അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ലാസിം തറുദ് ട്ടോ, റദ്ദ യറുദ്, തറുദ്, ലാസിം തറുദ് ജവാലി, എന്റെ മൊബൈലിൽ നിന്ന് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. നഅം തമാം. ലാസിം തജ്ലിസ് മഈ, എന്റെ കൂടെ ഇരിക്കേണ്ടതുണ്ട്. അപ്പോ ഈ ശൈലിയാണ്. ഇനി നമ്മൾ ചോദിക്കുകയാണ്, ഇനി നേരെ തിരിച്ചു പറയാ, ഇതിനെന്താണ്? താങ്കൾ നാളെ വരേണ്ടതില്ല, നാളെ അത് ചെയ്യേണ്ടതില്ല, ഇവിടെ നിർത്തേണ്ടതില്ല, അത് പറയേണ്ടതില്ല, ഇങ്ങനെ ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണെങ്കിൽ അവിടെ വരിക മൂ ലാസിം. മൂ ലാസിം തുസവ്വി ഹാദാ കുല്ലു അലൽ വഖ്ത് കുല്ലു അൽ ഹീൻ. എന്താ പറഞ്ഞേ? മൂ ലാസിം തുസവ്വി ഹാദാ കുല്ലു, ഇതെല്ലാം കൂടെ ചെയ്യേണ്ടതില്ല. അൽ ഹീൻ, ഇപ്പൊ തന്നെ എല്ലാം കൂടെ ചെയ്യേണ്ടതില്ല. എന്താ പറഞ്ഞത്? മുലാസിം
മുലാസിം തുസവ്വി കുല്ലു അൽഹീൻ. ഇപ്പൊ തന്നെ എല്ലാം കൂടെ ചെയ്യേണ്ടതില്ലാന്നേ. ഖല്ലി ബഅദീൻ, ഖല്ലി ബഅദീൻ, പിന്നീട് ചെയ്യാട്ടോ. അവിടെ എന്താ ചെയ്യാട്ടോ എന്നതിന് ചെയ്യാട്ടോ എന്ന് വരണമെങ്കിൽ എന്ത് വേണം? ഖല്ലി വേണം. ഖല്ലി ബഅദീൻ, നമുക്ക് പിന്നെ ചെയ്യാട്ടോ എന്നതാണ്. ഓക്കെ, അപ്പൊ മുലാസിം തസവ്വി ഹാദാ കുല്ലു, ഇതെല്ലാം കൂടെ ചെയ്യേണ്ടതില്ല. മുലാസിം തീജി, താങ്കൾ വരേണ്ടതില്ല. മുലാസിം തശ്റബ്, താങ്കൾ കുടിക്കേണ്ടതില്ല. മുലാസിം തത്തസിൽനി, എന്നെ വിളിക്കേണ്ടതില്ല. മുലാസിം തഅകുൽ, കഴിക്കേണ്ടതില്ല, നീ കഴിക്കേണ്ടതില്ല. മുലാസിം അറൂഹ്, എനിക്കിപ്പോ പോകേണ്ടതില്ല. മുലാസിം അറൂഹ്. മുലാസിം തത്ലുബ് ലീ ഷൈ, എനിക്ക് വേണ്ടിയായിട്ട് ഒന്നും ഓർഡർ ചെയ്യേണ്ടതില്ല. മുലാസിം തത്ലുബ് ലീ ഷൈ, എനിക്ക് വേണ്ടി ഒന്നും ഓർഡർ ചെയ്യേണ്ടതില്ല. മുലാസിം തീജി മഈ, എന്റെ കൂടെ വരേണ്ടതില്ല. മുലാസിം തീജി മഈ. അപ്പൊ നമ്മൾ പറയാണ് മുലാസിം ഔകുൽ ഷൈഅൽ ഹീൻ, എനിക്കിപ്പോ ഒന്നും കഴിക്കേണ്ടതില്ല. മുലാസിം ഔകുൽ, എനിക്കൊന്നും കഴിക്കേണ്ടതില്ല. മുലാസിം അത്തസൽ മുദീർ, മാനേജറെ വിളിക്കേണ്ടതില്ല. ഞാൻ മാനേജറെ വിളിക്കൊന്നും വേണ്ടാന്നേ, വിളിക്കേണ്ടതില്ല. മുലാസിം അസ്മഅ ഷൈ, എനിക്കൊന്നും കേൾക്കേണ്ടതില്ല. മുലാസിം അസ്മഅ ഷൈ, അവിടേക്ക് മുലാസിം എന്നാണ് പറയാ. ചെയ്യേണ്ടതില്ല, പോകേണ്ടതില്ല, വരേണ്ടതില്ല, പറയേണ്ടതില്ല. മുലാസിം അനൂം ബദ്രി, എനിക്ക് നേരത്തെ ഉറങ്ങേണ്ടതില്ല. മുലാസിം അനൂം ബദ്രി, എനിക്ക് നേരത്തെ ഉറങ്ങേണ്ടതില്ല. മുലാസിം അഅതീക് ഷൈ, എനിക്ക് താങ്കൾക്കൊന്നും തരേണ്ടതില്ല. മുലാസിം തജീബ് ലി ഷൈ, എനിക്ക് താങ്കളൊന്നും കൊണ്ടുവരേണ്ടതുമില്ല. മുലാസിം തജീബ് ലി ഷൈ, എനിക്കൊന്നും കൊണ്ടുവരേണ്ടതില്ല. ഇദാ തജീബ് അഹ്സൻ ലക്കിൻ മുലാസിം തജീബ്, കൊണ്ടുവരണം. ഇദാ തജീബ്, കൊണ്ടുവരാണെങ്കിൽ അഹ്സൻ, ബെറ്റർ. ലക്കിൻ മുലാസിം തജീബ്, കൊണ്ടുവരേണ്ടതില്ല. തമാം. നല്ല രസമാണ് ഈ ഒരു ഭാഷയെ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ, അല്ലെ? കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെ. والله ممتاز جدا، حلوة جدا اللغة العربية إذا نتكلم، وإذا ما نتكلم والله صعب جدا. إذا ما نتكلم صعب، إذا نتكلم والله سهل سهل easy. إذا ما نتكلم والله صعب. كلموا يا جماعة، كلموا يا جماعة، بس 5 دقائق يوميا. لازم تتكلموا، നിങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. ബില്ലുഗത്തിൽ അറബിയ, അറബി ലാംഗ്വേജില്. ലി അസ്ഹൽ, ഏറ്റവും എളുപ്പമാകാൻ വേണ്ടി. മുലാസിം കിതാബ്, മുലാസിം തശൂഫ് കിതാബ്, ബുക്ക് നോക്കേണ്ടതില്ല. ഉണ്ടോ? മുലാസിം തശൂഫുൻ കിതാബ്, നിങ്ങൾ ബുക്ക് നോക്കേണ്ടതില്ല. ഖല്ലി തതകല്ലമു, അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഉണ്ടോ? ഖല്ലി തതകല്ലമു, അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അതാണ് ഖല്ലി. ഖല്ലിയൊക്കെ വെരി ഇമ്പോർട്ടന്റ് ആട്ടോ അറബി സംസാര ഭാഷയിൽ. നല്ല രസമാണ്. നമ്മൾ ഖല്ലി വെച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാന്നറിയോ? ഒന്ന്, ഖല്ലി ഭയങ്കര സംഭവമാണ്, ഭയങ്കരമായിട്ട് വിശദീകരിക്കേണ്ട. നമുക്ക് ഇനി ആകെ 5 മിനിറ്റേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോ അതിൽ നമ്മൾ ഖല്ലി വെച്ച് പറയുകയാണെങ്കിൽ ഇദാ തബ്ഗ തശ്തരി, ഇദാ മാ തബ്ഗ ഖല്ലി. യുഎക്കാര് പറയുകയാണെങ്കിൽ ഇദാ തുരീദ് തശ്തരി, ഇദാ മാ തുരീദ് ഖല്ലി. ഖത്തർ, കുവൈറ്റ്, ബഹ്റൈനിൽ പറയുകയാണെങ്കിൽ ഇദാ തബി തശ്തരി, ഇദാ മാ തബി ഖല്ലി. എന്താ പറഞ്ഞത്? ഇദാ തബ്ഗ തശ്തരി, ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കോ. വ ഇല്ല ഖല്ലി, ഇല്ലെങ്കിൽ അങ്ങ് വിട്ടേക്ക്. വ ഇല്ല ഖല്ലി, അല്ലെങ്കിൽ വിട്ടേക്ക്. ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോ, വേണമെങ്കിൽ വാങ്ങിച്ചോ. വേണമെങ്കിൽ അള്ളാഹ് ഖല്ലീക്ക്, അതാ പറഞ്ഞത്. അള്ളാഹ് ഖല്ലീക്ക് എന്ന് പറഞ്ഞാൽ എന്തായി? മേ ഗോഡ് പ്രൊട്ടക്ട് ചെയ്യൂ എന്നായി. പടച്ചോൻ കാക്കട്ടെ എന്നുള്ളതായി, ഇഷ്ടപ്പെടട്ടെ എന്നുള്ളതായി. ഖല്ലി ഭയങ്കര സംഭവമാണ് എല്ലായിടത്തും. അത് അവിടെ വിട്ടുകളാന്നാണെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞത്? ഖല്ലി തഅൽ മഈ, ഒന്ന് എന്റെ കൂടെ വാ. അതാണ്, ഒന്ന് എന്റെ കൂടെ വാട്ടോ എന്ന് പറയണമെങ്കിൽ ഖല്ലി തഅൽ മഈ. ആളിങ്ങനെ എന്താ പറയാ, ഞാൻ വരുന്നില്ല, എനിക്ക് കാണണ്ടെന്നൊക്കെ പറയുമ്പോ ഖല്ലി തഅൽ മഈ മറ വാഹിദ്, ഖല്ലി തഅൽ മഈ മറ വാഹിദ്, ഒരിക്കൽ എന്റെ കൂടെ ഒന്ന് വാ. അതാണ്, ഒറ്റ പ്രാവശ്യം ഒന്ന് എന്റെ കൂടെ വാ. ഖല്ലി തഅൽ മഈ മറ വാഹിദ്. തമാം. അപ്പോഴേ നമ്മള് ലാസിം ചേർത്തിട്ട് 2 ശൈലിയാ പറഞ്ഞത്. ഇനിയും ലാസിം ചേർത്തിട്ടുണ്ട്. മഫ്റൂദ് ആണെങ്കിൽ അവിടെ പറഞ്ഞത് പോകേണ്ടതായിരുന്നു, ചെയ്യേണ്ടതായിരുന്നു എന്ന ശൈലിക്ക് മഫ്റൂദ് എന്ന് പറയും. അതേപോലെ ലാസിം വെച്ചിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ചെയ്യേണ്ടതുണ്ട്, പോകേണ്ടതുണ്ട്. ലാസിം ആണെങ്കിൽ ചെയ്യേണ്ടതില്ല, പോകേണ്ടതില്ല, പറയേണ്ടതില്ല
എന്ന ശൈലിയായി. ഓക്കെ, ഇനി എന്താ പറയാ, കഴിച്ചേനെ എന്നൊക്കെ പറയുന്ന ശൈലിയും വരാനുണ്ട്. അതേപോലെ തന്നെ അവൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്ന് പറയണം, അല്ലെ? അവൻ അടി കൊണ്ടതാണ്, കൊടുത്തയാളും കൊണ്ടയാളും ഉണ്ട്, അത് പറയണം. ഇങ്ങനെ എല്ലാം നമ്മൾ മലയാളീകരിക്കുക എന്നതാണ് നമ്മുടെ ഈ ഒരു സെഷന്റെ ഉദ്ദേശം. അറബി ഭാഷയെ നമ്മൾ മലയാളീകരിക്കുക എന്നുള്ളതാണ്. ഞാനും നീയുമായിരിക്കും നമ്മളിവിടെ എക്സാമ്പിൾ പറയാ. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടിയും വരിക. അതിനെ നമ്മൾ പെർഫെക്റ്റ് ആക്കിയാൽ എന്തായി, ക്ലിയർ ആവും. സ്വഹ്. ആദ്യം നമ്മൾ എന്താക്കുക, ഒരു 3 ക്ലാസ് ഇതേപോലെ മിക്സിങ് പറയാം. അഥവാ നമ്മൾ മലയാളം എന്തൊക്കെ പറയണ്ടോ അതൊക്കെ അറബിയിലും പറയാൻ കഴിയും എന്നത് നമ്മൾ തെളിയിക്കാൻ പോകണം. തമാം, ഇൻഷാ അല്ലാഹ്. നമ്മുടെ ടൈമാണ് പ്രശ്നം, കറക്റ്റ് ടൈമിംഗ് ആണ്. അടുത്ത ഹിന്ദിക്കാരാണ്, അതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? റെക്കോർഡിംഗ് കിട്ടുമോ? കിട്ടും റെക്കോർഡിംഗ് കിട്ടും കേട്ടോ. ഞാൻ അയച്ച മെസ്സേജുകൾ എവിടേക്കാണോ ഞാൻ അയച്ചത് ആ ഭാഗത്തേക്കൊക്കെ അതിന്റെ റെക്കോർഡും വരും. എന്റെ മെസ്സേജ് കിട്ടിയവർക്കൊക്കെ അത് റെക്കോർഡും വരും. വേറെ ആരെങ്കിലും കെയർ ഓഫിലാണ് വന്നതെങ്കിൽ അവരോട് തന്നെ ചോദിക്കാം, അവർ തന്നോളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ്. തമാം. എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞേ? യാ ഷേഖ് മുഹമ്മദ് കുഞ്ചി. മാഷാ അല്ലാഹ്. അയ്യോ, മൈക്ക് ഓൺ ചെയ്തേ. مفيد جدا. എന്താണ് കേട്ടില്ല? ക്ലാസ് മാഷാഅല്ലാ, ക്ലാസ് റാത്തായിരുന്നു ഉസ്താദിന്റെ മുഖം ഉണ്ടാകും റാത്തായിരുന്നു. ജസാക്കുല്ലാഹ് ഖൈർ. കുറച്ച് സമയം വന്നിരിക്കാൻ പറ്റുള്ളൂ. അൽഹംദുലില്ലാ. കുറച്ച് സമയം കേട്ടതുകൊണ്ടാണ് ഞാൻ റെക്കോർഡിംഗ് ചോദിച്ചത്. മാഷാ അല്ലാഹ്. സാബ് സാറിന്റെ മുഖം നല്ല റാത്തായിട്ടുണ്ട്. استمتعنا هذا الحصة يا أستاذ. ما شاء الله. استمتعوا باللغة العربية بس. تمام. استمتعوا enjoy ചെയ്യൂ, لا استمتعوا باللغة العربية language of Arabic. أيوة نعم. وين الدكتور الحافظ؟ موجود. أيوة والله يا دكتور بعد زمان حصلتك. نعم تمام. اوكي ليه دكتور ان شاء الله. تمام، اشكركم جزيلا. ايوه شكرا جزاك الله خير. അടുത്തായി ഒരു 15 ഡേയ്സ് എങ്കിലും 15 നമ്മൾ ഈ ഒരു ടൈമിൽ ഈ ഒരു സെഷന് കൊണ്ടുപോകാൻ കഴിയണം. അതിനകം എല്ലാവരും പ്രാർത്ഥിക്കുക എന്നാണ് പറയാനുള്ളത്. ഇത് നമ്മൾ തുടക്കം വയ്ക്കുമ്പോഴൊക്കെ അതിന്റെ തൊണ്ടയ്ക്ക് പ്രശ്നമാവാറുണ്ട്. അതില്ലാതിരിക്കട്ടെ ഇപ്രാവശ്യം ഇൻഷാ അല്ലാഹ്, അല്ലേ? പലപ്പോഴും അതാണ് ഉണ്ടാവാറുള്ളത്. അറിഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തിയിട്ടില്ല ഇങ്ങനെ ഒരു സെഷൻ ഒന്നും. എന്തായാലും ഒരു 15 ദിവസം 15 രീതിയിലുള്ള 15 രൂപത്തിൽ നമ്മൾ ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ അറബി ഭാഷയുടെ മുഴുവൻ പ്രയോഗങ്ങൾ പിന്നെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. സംഭവം നിങ്ങൾക്ക് തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ പറയാം, റെഡിയാക്കാം കേട്ടോ. إن شاء الله. لو سمحت تعطيني فرصة اللي قاعد معك عشان الحصة. ايوه طيب، ابشر ان شاء الله. اكيد الله يعطيكم العافية. اكيد ان شاء الله. مشكور بشكركم جدا يا جزيلا يا أستاذ. جماعه، ما قصرتم حياك والله. الله، حياك الله. يلا ما إن شاء قصرتم يا الله. شيخ. جزاكم الله خير. مشكور جدا يا أستاذ. شكرا الله جزاك يحفظكم. الله خير.